നെക്സ്റ്റ് ടോപ്പിക്ക് ഇൻറ്റേർണൽ ചെക്കാണ്. ഇൻറ്റേർണൽ ചെക്കിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ഓർഗനൈസേഷനുള്ള സ്റ്റാഫ് തന്നെ എന്ത് ചെയ്യുന്നു, ചെക്കിങ് നടത്തുന്നതിന് ഇൻറ്റേർണൽ ചെക്ക് എന്ന് പറയുന്നത്. വർക്ക് ഡൺ ബൈ വൺ എംപ്ലോയി ഈസ് ഓട്ടോമാറ്റിക്കലി ചെക്ക്ഡ് ബൈ അനദർ എംപ്ലോയി. അവിടെ നമ്മൾ ടാസ്ക് അല്ലെങ്കിൽ വർക്ക് അസൈൻ ചെയ്ത് കൊടുക്കുന്നു. അസൈൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞേച്ച് ആ വർക്ക് എന്ത് ചെയ്യുന്നു, ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ മറ്റൊരാൾ അനലൈസ് ചെയ്യുന്നു, സൂപ്പർവൈസ് ചെയ്യുന്നു. ഓക്കെ, അതാണ് ഇൻറ്റേർണൽ ചെക്ക്. അപ്പോൾ കൂടുതലും എറേഴ്സൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് കുറവാണ്. കാരണം നമ്മുടെ വർക്ക് മറ്റൊരാൾ അല്ലെങ്കിൽ പരിശോധിക്കുന്നു എന്ന് കാണുമ്പോൾ നമ്മൾ കൂടുതൽ കെയർഫുള്ളായിട്ട് നമ്മൾ ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യത്തുള്ളൂ. അതാണ് ഇൻറ്റേർണൽ ചെക്ക്. ദെൻ വൗച്ചിങ് ആൻഡ് വെരിഫിക്കേഷൻ എന്ന് പറയുന്നതിൻ്റെ ഡിഫറൻസ് ജസ്റ്റ് ഷോർട്ടാക്കി പറയുകയാണെങ്കിൽ, വൗച്ചിങ് നമ്മുടെ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് അനലൈസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ എക്സാമിൻ ചെയ്യാനാണ് വൗച്ചിങ് എന്ന് പറയുന്ന പ്രോസസ്സ്. വെരിഫിക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് അസറ്റും ലയബിലിറ്റീസും വെരിഫൈ ചെയ്യുന്നതാണ് ഫസ്റ്റ് ഡിഫറൻസ്. സെക്കൻഡ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ വൗച്ചിങ് പി ആൻഡ് എൽ അക്കൗണ്ട് അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പരിശോധിക്കുന്നതാണ്. വെരിഫിക്കേഷനോ അസറ്റ്സും ലയബിലിറ്റീസും എവിടെയാണ് കാണിക്കുന്നത്, നമ്മൾ ബാലൻസ് ഷീറ്റിൽ. അപ്പോൾ ഏതായിരിക്കും പരിശോധിക്കുന്നത്, ബാലൻസ് ഷീറ്റ് ചെക്ക് ചെയ്യുന്നതിനെയാണ് വെരിഫിക്കേഷൻ എന്ന് പറയുന്നത്. വൗച്ചിങ് ഓഡിറ്റ് സ്റ്റാഫുകൾക്കാണെങ്കിലും ചെയ്യാം അല്ലെങ്കിൽ ക്ലർക്കിനാണെങ്കിലും ചെയ്യാം, നോ ഇഷ്യൂ. വെരിഫിക്കേഷൻ എന്ന് പറയുന്നതോ ഓഡിറ്റർ തന്നെ കണ്ടക്ട് ചെയ്യണം. പിന്നെ വൗച്ചിങ്ങിനകത്ത് നമ്മൾ എന്താ ശരിക്കും പരിശോധിക്കുക, റെസിപ്റ്റ്, വൗച്ചേഴ്സ്, ഇതൊക്കെയാണ് നമ്മൾ ശരിക്കും എക്സാമിൻ ചെയ്യുന്നത്. അതേസമയം വെരിഫിക്കേഷനകത്തോ അസറ്റ്സും ലയബിലിറ്റീസും ആണ് വെരിഫൈ ചെയ്യുന്നത്. വൗച്ചിങ്ങിനകത്ത് നമുക്ക് ഡോക്യുമെൻ്റൽ എവിഡൻസ് മാത്രം നമ്മൾ പരിശോധിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഫയൽ ചെയ്തിരിക്കുന്നതെന്നുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ പരിശോധിക്കുന്നതെങ്കിൽ, വെരിഫിക്കേഷനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡോക്യുമെൻ്റ് ഒരു എവിഡൻ്റ് ആയിട്ട് നമ്മൾ പരിശോധിക്കുന്നുണ്ടെങ്കിൽ പോലും ഫിസിക്കൽ വെരിഫിക്കേഷൻ അല്ലെങ്കിൽ പേഴ്സണൽ ഇൻസ്പെക്ഷൻ ഉണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ മേജറായിട്ടുള്ള ഡിഫറൻസുകൾ എന്ന് പറയുന്നത്. ഓക്കെ, വൗച്ചിങ്ങിനകത്ത് പിന്നെ നമുക്ക് ഒരു കാര്യം കൂടെ പറയാം, റെസിപ്റ്റ്സും വൗച്ചേഴ്സും ഒക്കെയാണ് നമ്മൾ മെയിൻലി പരിശോധിക്കുന്നതെന്ന് പറഞ്ഞു. അതിനകത്ത് ഓണർഷിപ്പും കാര്യങ്ങളും ഒന്നും ചെക്ക് ചെയ്യത്തില്ല. അതേസമയം വെരിഫിക്കേഷനകത്ത് ഓണർഷിപ്പ്, പൊസഷൻ, ട്രാൻസ്ഫർ വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാ കാര്യങ്ങളും വെരിഫൈ ചെയ്യും. ഓക്കെ.